വീട് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നാം പരിഗണിക്കേണ്ട കാര്യം ഒരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാത്ത വാസ്തു നിയമങ്ങളല്ല. ഏത് ദിവസം എവിടെ കുറ്റിയടിക്കണം, എങ്ങോട്ട് ചെരിഞ്ഞ ഭൂമിയിലാണ് വീട് വെക്കേണ്ടത്, അല്ലെങ്കിൽ വീടിന്റെ അളവ് എത്ര അയവും വ്യയവും വയസ്സും യോനിയും കണക്കാക്കണം എന്നൊന്നുമല്ല വേണ്ടത്. അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. ഒരു ശാസ്ത്രീയ അടിത്തറയും അതിനൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ IIT-കളില്, നമ്മുടെ NIT-കളില് ബിടെക് സിവിലിന്റെ കൂടെ സിലബസില് അത്രയും കാര്യങ്ങളല്ലേ ഉൾപ്പെടുത്തേണ്ടത്. അതൊന്നും ആരും ചെയ്തില്ലല്ലോ. കാരണം വിദ്യാഭ്യാസമുള്ളവർക്ക് അറിയാം അതൊന്നും വേണ്ട, അതൊക്കെ ചുമ്മാ ആളെ പറ്റിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട വിഷയം അതിന്റെ സെപ്റ്റിക് ടാങ്കും അതുപോലെ കിണറും തമ്മിലുള്ള അകലം എത്രയായിരിക്കണം എന്നാണ്. അല്ലാതെ കിണറും കക്കൂസുമൊക്കെ ഏത് കോണിലാണ് ഉണ്ടാവേണ്ടത്, ഏത് കോണിലാണ് ഉണ്ടാവാൻ പാടില്ലാത്തത് എന്നതല്ല. അത് ഏത് ഭാഗത്തുമാട്ടെ, അത് സൂത്രധാരയിലോ നിര്യതി കോണിലോ എവിടെയും ആകട്ടെ, അതൊന്നും പ്രശ്നമേയല്ല. അതൊന്നും മനുഷ്യന്റെ ജീവനുമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യകരമായോ സാമ്പത്തികപരമായോ ഉള്ള അഭിവൃദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഒരു ചേഞ്ചസും ഉണ്ടാക്കാൻ പോകുന്നില്ല. പകരം നാം ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട വിഷയം സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള അകലമാണ്. അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള അകലം മിനിമം 15 മീറ്റർ വേണമെന്നാണ് കണക്ക്. അല്ലാത്ത പക്ഷം കക്കൂസ് മാലിന്യം നാം കുടിക്കുന്ന കിണർ വെള്ളത്തിൽ ലയിക്കാൻ ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത്തരമൊരു കർശന നിയമം പാലിക്കുന്നില്ല. കേവലം 2 സെന്റിലും 3 സെന്റിലും 4 സെന്റിലും ഒക്കെ വീട് വെക്കുന്ന ആളുകളും അതേ പ്ലോട്ടിൽ തന്നെ കിണറും കക്കൂസ് സെപ്റ്റിക് ടാങ്ക് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. കക്കൂസിന്റെ കുഴിയും കിണറും തമ്മിൽ വെറും 3 മീറ്റർ പോലും ഇല്ലാത്ത ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ആ കാര്യം അന്വേഷിച്ചപ്പോൾ ഏതോ പൂജാരി, ഏതോ ആശാരി കിണറിനും സെപ്റ്റിക് ടാങ്കിനും വടക്ക് ഭാഗത്താണ് സ്ഥാനം നിർണയിച്ചു തന്നത് എന്നാണ്. അതായത് കിണറിന് വാസ്തു നിയമം പാലിച്ച് കുബേര ദിക്കാണ് ഉത്തമം, അതായത് കുംഭരാശി, അത് വടക്ക് ഭാഗത്താണ്. എന്നാൽ സെപ്റ്റിക് ടാങ്കിനും ഇതേ ഭാഗത്ത് തൊട്ടടുത്ത പടിഞ്ഞാറ് ദിശയോട് ചേർന്ന ഭാഗത്താണ് അതിന്റെ ഉത്തമ സ്ഥാനം. ഈ 2, 3, 4, 5 ഒക്കെ സെന്റുള്ള ഭൂമിയിലെ ഈ കൊച്ചു പ്ലോട്ടിൽ ഈ രണ്ടും തന്നെ ഒരേ ഭാഗത്ത് വരുമ്പോൾ സത്യം പറഞ്ഞാൽ കക്കൂസിലെ മാലിന്യമാണ് അവർ കുടിക്കുന്ന വെള്ളം. ഞാൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നിശ്ചിത ദൂരം പാലിക്കാതെയുള്ള കിണറിൽ നിന്ന് നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഗവൺമെന്റ് ലാബിൽ കൊണ്ടുപോയി ഒരു 1000 രൂപ കൊടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കുക. അതിൽ കോളിഫോം ബാക്ടീരിയ അടക്കമുള്ള നിരവധി കക്കൂസ് മാലിന്യത്തിന്റെ അംശം കാണാനാകും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ വാസ്തുശാസ്ത്ര വിദ്വാൻമാരൊക്കെ നമ്മെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ കുടിവെള്ളത്തിന്റെ പോരായ്മ കൊണ്ടാണ്, മാലിന്യം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രമേൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. ഇനി നമ്മുടെ പട്ടണങ്ങളിലെ പ്രത്യേകിച്ച് ഹോട്ടല്, ബേക്കറികൾ തുടങ്ങിയവരിൽ നിന്ന് നാം വാങ്ങി കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങള്, പാനീയങ്ങള് ഒന്ന് ആലോചിച്ചു നോക്കുക. അവരെടുക്കുന്ന വെള്ളം ആ ടൗണിലെ ഏത് കിണറ്റിൽ നിന്നാണ്? ആ കിണറും തൊട്ടടുത്തുള്ള സെപ്റ്റിക് ടാങ്കും തമ്മിൽ എത്ര അകലമുണ്ട്? ഞാൻ സത്യം തുറന്നങ്ങ് പറയാം, അതായത് വെറും 2 3 മീറ്റർ മാത്രം അകലത്തിലാണ് മിക്ക ടൗണുകളിലുമുള്ള കിണറ്. അതായത് കിണറും കക്കൂസും തമ്മിലുള്ള അകലം ഇങ്ങനെയാണ്. ഈ മലവെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഈ കക്കൂസ് വെള്ളം കൊണ്ടാണ് മിക്ക ഹോട്ടലുകളിലും ബേക്കറികളിലും വെള്ളം നൽകുന്നത്, ജ്യൂസ് നൽകുന്നത്, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 10 സെന്റിൽ താഴെ ഉള്ള ഭൂമിയിൽ വീട് വെക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ പ്ലോട്ടിൽ നിങ്ങൾ കിണർ കുഴിക്കരുത്. കാരണം
നിങ്ങൾ അവിടെ കിണർ കുഴിച്ചാൽ ആ കിണറ്റിലെ വെള്ളം തീർച്ചയായും കക്കൂസ് മാലിന്യത്തിന്റെ അംശമുണ്ടാകും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് കുടിവെള്ളം നിങ്ങൾ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് തേടുക. ഇക്കാര്യം നിങ്ങളുടെ വാസ്തുശാസ്ത്ര വിദ്വാൻമാരെന്നും പറയാറില്ല. കാരണം അവർക്ക് നിങ്ങളുടെ ആരോഗ്യമല്ല വേണ്ടത്, നിങ്ങളുടെ പണമാണ്.